ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് 21ാമത്തെ ദശകം നോക്കാം. നവവർഷങ്ങളും സപ്തദ്വീപാദികളും. ഒന്നാമത്തെ ശ്ലോകം. മധ്യോദ്ഭവേ ഭുവ ഇളാവൃതനാംനി വർഷേ ഗൗരീ പ്രധാനവനിതാ ജനമാത്രഭാജി ശർവേണ മന്ത്രനുദിഭിः സമുപാസ്യമാനം സംഘർഷണാത്മകമധീശ്വര സംശ്രയേ ത്വാം. പദം മുറിച്ച് പറയാം. മധ്യോദ്ഭവേ ഭുവ ഇളാവൃതനാംനി വർഷേ ഗൗരീ പ്രധാന വനിതാ ജനമാത്രഭാജി സർവേണ മന്ത്രനുദിഭി സമുപാസ്യമാനം സംഘർഷണാത്മകം അധീശ്വര സംശ്രയേ ത്വാം. ഭുവഃ മധ്യ ഉദ്ഭവേ, ഭൂമിയുടെ മധ്യത്തിൽ നിന്ന് തുടങ്ങുന്ന, ഭൂമിയുടെ ഒത്ത നടുക്കുള്ള ഇളാവൃതനാംനി, ഇളാവൃതം എന്ന പേരായ ഗൗരീ പ്രധാന വനിതാ ജനമാത്രഭാജി, ഗൗരിയാകുന്ന നായികയോടുകൂടിയ സ്ത്രീജനങ്ങൾ മാത്രമുള്ള വർഷത്തില് ഉപഭൂഖണ്ഡത്തില് സർവേണ മന്ത്രനുദിഭിഹി, ശിവനാൽ മന്ത്രങ്ങളെ കൊണ്ടും സ്തുതികളെ കൊണ്ടും സമുപാസ്യമാനം, നല്ലതുപോലെ ഉപാസിച്ചു വരുന്ന സംഘർഷണാത്മകം അധീശ്വര, സംഘർഷണമൂർത്തിയായ ത്വാം, അങ്ങയെ സംശ്രയെ ശരണം പ്രാപിക്കുന്നു. ഭഗവാന്റെ സ്ഥൂലരൂപമാണ് പ്രപഞ്ചം. ഭഗവാന്റെ സ്വരൂപത്തെ വിസ്തരിക്കാൻ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ആയുഷ്കാലം മുഴുവൻ ശ്രമിച്ചാലും സാധിക്കുന്നതല്ല. എന്നാലും അതിപ്രധാനമായത് മാത്രം വിസ്തരിക്കുന്ന സമയത്ത് ഭൂഗോളത്തെക്കുറിച്ച് പറയുകയാണ്. ഭൂമിയുടെ മധ്യഭാഗത്താണ് ജംബുദ്വീപ്. ഈ ജംബുദ്വീപത്തിൻ്റെ ഏറ്റവും മധ്യത്തിലായിട്ട് ഇളാവൃതം എന്ന ഖണ്ഡം. ഈ ഖണ്ഡത്തിൻ്റെ നാഭിസ്ഥാനത്തിൽ കൂടിയിട്ട് മേരുപർവ്വതം വ്യാപിച്ചു കിടക്കുന്നു. ഇളാവൃതം എന്നത് മഹാദേവന്റെ വാസസ്ഥാനം. ഈ ഇളാവൃതത്തിലെ ഒരേ ഒരു പുരുഷൻ മഹാദേവൻ മാത്രമാണ്. അങ്ങനെ പാർവതിയാകുന്ന സ്വാമിനിയോടുകൂടിയ സ്ത്രീകളാൽ 4 ഭാഗത്തും നിന്നുകൊണ്ട് സേവിക്കപ്പെടുന്ന മഹാദേവൻ സംഘർഷണൻ എന്ന മൂർത്തിയെ മനസ്സിൽ ഏകാഗ്രതയോടുകൂടി ധ്യാനിച്ച് മന്ത്രങ്ങളെ കൊണ്ടും സ്തോത്രങ്ങളെ കൊണ്ടും ഉപാസിക്കുന്നു. ഇനി 2ാമത്തെ ശ്ലോകം. ഭദ്രാശ്വനാമക ഇളാവൃത പൂർവവർഷേ ഭദ്രശ്രവോഭിർഷിഭിഃ പരിണൂയമാനം കൽപ്പാന്തഗൂഢനിഗമോദ്ധരണപ്രവീണം ധ്യായാമി ദേവ ഹയശീർഷതനും ഭവന്തം. പദമുറിച്ച് പറയാം. ഭദ്രാശ്വനാമക ഇളാവൃത പൂർവവർഷേ ഭദ്രശ്രവോഭിഃ ഋഷിഭിഃ പരിണൂയമാനം കൽപ്പാന്തഗൂഢ നിഗമ ഉദ്ധരണ പ്രവീണം ധ്യായാമി ദേവ ഹയശീർഷതനും ഭവന്തം. ഭദ്രാശ്വനാമകെ, ഭദ്രാശ്വം എന്നു പേരുള്ളതും ഇളാവൃത പൂർവവർഷേ, ഇളാവൃതം എന്ന ഭൂഖണ്ഡത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് ഉള്ളതുമായ ഖണ്ഡത്തിൻ്റെ ഭദ്രശ്രവോഭിഃ ഋഷിഭിഃ, ഭദ്രശ്രവസ്സുകൾ എന്ന മഹർഷിമാരാൽ പരിണൂയമാനം നന്നായി സ്തുതിക്കുന്നവരായിട്ട് കൽപ്പാന്ത, കൽപ്പത്തിൻ്റെ അന്തത്തിലെ പ്രളയകാലത്ത് ഗൂഢനിഗമ ഉദ്ധരണ, നിഗമം വേദം, നിഗൂഢങ്ങളായ എന്ന് പറയുമ്പോൾ മറയ്ക്കപ്പെട്ട വേദങ്ങളെ വീണ്ടെടുക്കുന്നതിൽ പ്രവീണം, പ്രാവീണ്യമുള്ളവനും സാമർഥ്യമുള്ളവനുമായ ഹയശീർഷതനും, ഹയഗ്രീവമൂർത്തിയായ ഹേ ദേവ ഭവന്തം ധ്യായാമി, അങ്ങയെ ധ്യാനിക്കുന്നു. ഭദ്രാശ്വവർഷത്തില് ഭദ്രശ്രവസ് എന്നു പേരായ ധർമ്മപുത്രനും ആ കുലത്തിലെ പ്രധാനികളായ പുരുഷന്മാരും പ്രളയകാലത്ത് വേദങ്ങളെ വീണ്ടെടുക്കുന്നതിന് പ്രാവീണ്യം കാണിച്ച
ഹയഗ്രീവമൂർത്തിയായ എന്ന് പറയുമ്പോൾ ആ യുഗത്തിൻ്റെ അവസാനത്തിൽ ഋഗ്വേദം മുതലായ ഋഗ്വാദി ശ്രുതി ദേവതകളെ വേദങ്ങളെ മധു കൈടഭന്മാരെ അപഹരിച്ച് രസാതലത്തിലേക്ക് കൊണ്ടുപോയി. ആ സമയത്ത് ഹയഗ്രീവനായിട്ട് അവതരിച്ച ഭഗവാൻ ആ വേദമൂർത്തികളെ വീണ്ടെടുത്ത് ബ്രഹ്മാവിന് നൽകി. അങ്ങനെയുള്ള ഹയഗ്രീവ മൂർത്തിയെ ഞാൻ ധ്യാനിക്കുന്നു എന്ന് മേൽപ്പത്തൂര് പറയുകയാണ്. ഇനി 3-ാമത്തെ ശ്ലോകം. ധ്യായാമി ദക്ഷിണഗതേ ഹരിവർഷവർഷേ പ്രഹ്ലാദമുഖ്യപുരുഷൈ പരിഷേവ്യമാണം ഉത്തുംഗശാന്തധവളാകൃതി മേഘശുദ്ധജ്ഞാനപ്രദം നരഹരിം ഭഗവൻ ഭവന്തം. പദമുറിച്ച് പറയാം. ധ്യായാമി ദക്ഷിണഗതേ ഹരിവർഷവർഷേ പ്രഹ്ലാദമുഖ്യപുരുഷൈഃ പരിഷേവ്യമാണം ഉത്തുംഗശാന്തധവളാകൃതിം ഏകശുദ്ധജ്ഞാനപ്രദം നരഹരിം ഭഗവൻ ഭവന്തം. ദക്ഷിണഗതേ തെക്കുഭാഗത്തുള്ള ഇളാവൃതത്തിൻ്റെ തന്നെ തെക്കുഭാഗത്തുള്ള ഹരിവർഷേ ഹരിവർഷം എന്ന ഭൂഖണ്ഡത്തിൽ പ്രഹ്ലാദ മുഖ്യപുരുഷൈഹി പ്രഹ്ലാദൻ തുടങ്ങിയ ജനങ്ങളാൽ പരിഷേവ്യമാണം നന്നായി സേവിക്കപ്പെട്ടും ഉത്തുംഗ ശാന്ത ധവളാകൃതി അത്യുന്നതവും ശമഗുണപ്രധാനവും വെളുത്ത ആകൃതിയോടുകൂടിയതും ഏക ശുദ്ധജ്ഞാനപ്രദം ഏകമായ ശുദ്ധജ്ഞാനത്തെ അദ്വൈത ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നതുമായ ഭഗവാനെ നരഹരിം ഭവന്തം നരസിംഹമൂർത്തിയായ ഭവന്തം അങ്ങയെ ധ്യായാമി ഞാൻ ധ്യാനിക്കുന്നു. ഹരിവർഷത്തിൽ ഭഗവാൻ നൃസിംഹമൂർത്തിയായിട്ട് വസിക്കുന്നു. ഇപ്പം ഇവിടെ പ്രഹ്ലാദൻ തുടങ്ങിയ മഹാപുരുഷന്മാരാൽ സേവിക്കപ്പെട്ടും സ്തുതിക്കപ്പെട്ടും അത്യുന്നതമായ ശാന്തസ്വരൂപത്തോടുകൂടിയും വെളുത്ത ആകൃതിയോടുകൂടിയും അദ്വൈതജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നതുമായ നരഹര മൂർത്തിയെ ഞാൻ ധ്യാനിക്കുന്നു എന്ന് മേൽപ്പത്തൂര് പറയുന്നു. അടുത്തത് 4-ാമത്തെ ശ്ലോകം. വർഷേ പ്രതീജി ലളിതാത്മനി കേതുമാലേ ലീലാവിശേഷലസിതസ്മിതശോഭനാംഗം ലക്ഷ്മ്യാ പ്രജാപതിസുതൈശ്ച നിഷേവ്യമാണം തസ്യാഃ പ്രിയായ ധൃതകാമതനും ഭജേ ത്വാം. പദമുറിച്ച് പറയാം. വർഷേ പ്രതീജി ലളിതാത്മനി കേതുമാലേ ലീലാവിശേഷ ലസിത സ്മിത ശോഭനാംഗം ലക്ഷ്മ്യാ പ്രജാപതിസുതൈഃ ച നിഷേവ്യമാണം തസ്യാഃ പ്രിയായ ധൃതകാമതനും ഭജേ ത്വാം. ലളിതാത്മനി കേതുമാലേ ഭംഗിയുള്ള വടിവോടുകൂടിയതും കേതുമാലം എന്നു പേരുള്ള പ്രതീജി വർഷേ ഇളാവൃതത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗത്തുള്ളതുമായ ഖണ്ഡത്തിൽ ലീലാവിശേഷ ലസിത സ്മിത ശോഭനാംഗം ലീലാവിശേഷങ്ങളാലും മനോഹരമായ മന്ദഹാസത്തോടും ശോഭനമായ അംഗങ്ങളോടും കൂടി ലക്ഷ്മീദേവിയും പ്രജാപതിസുതൈഹി പ്രജാപതിപുത്രന്മാരും നിഷേവ്യമാണം നല്ലതുപോലെ സേവിക്കുന്നവനുമായ തസ്യാഹ പ്രിയാഹ ആ ലക്ഷ്മീദേവിയുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് ധൃതകാമതനും കാമദേവനായി അവതരിച്ചവനുമായ ത്വാം അങ്ങയെ ഭജിക്കുന്നു. അപ്പോൾ കേതുമാല വർഷത്തിൽ ഭഗവാൻ ലക്ഷ്മീദേവിയുടെയും പ്രജാപതിയുടെയും ഇഷ്ടത്തെ സാധിപ്പിക്കാനായിട്ട് കാമദേവൻ്റെ സ്വരൂപത്തോടു കൂടിയിട്ട് വസിക്കുന്നു. ഇളാവൃതത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗത്തുള്ള ഈ ഉപഖണ്ഡത്തിൽ മനോഹരമായ മന്ദഹാസത്തോടും ശോഭനമായ അംഗങ്ങളോടും കൂടി ലക്ഷ്മീദേവിയും പ്രജാപതിപുത്രന്മാരും നല്ലതുപോലെ സേവിച്ചു കൊണ്ടിരിക്കുന്ന പ്രജാപതി എന്ന് പറയുമ്പോൾ കേതുമാല വർഷത്തിൻ്റെ അധിപനായ പ്രജാപതിക്ക് സംവത്സരൻ എന്ന് പേര്. സംവത്സരം എന്ന് പറയുന്ന കാലവിശേഷത്തിൻ്റെ അധിഷ്ഠാന ദേവൻ ഇദ്ദേഹമാണ്. ഭഗവാനായ കാമദേവൻ്റെ മായാമയമായ രൂപത്തെ പ്രജാപതിപുത്രന്മാരോട് ചേർന്ന്
ലക്ഷ്മി ദേവി സേവിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കാമദേവനായി അവതരിച്ച ഗുരുവായൂരപ്പ, ഞാൻ അങ്ങയെ ഭജിക്കുന്നു എന്ന് മേൽപ്പത്തൂര് പറയാണ്. ഇനി 5-ാമത്തെ ശ്ലോകം. രമ്യേ ഹ്യുദീജി ഖലു രമ്യഗനാംനി വർഷേ തദ്വർഷനാഥമനുവർയ സബര്യമാണം ഭക്തൈകവത്സലമമസരഹൃസുഭാന്തം മസ്യാകൃതിം ഭുവനനാഥ ഭജേ ഭവന്തം. പദമുറിച്ച് പറയാം. രമ്യേ ഹി ഉദീജി ഖലു രമ്യക നാംനി വർഷേ തത് വർഷനാഥം അനുവർയ സബര്യമാണം ഭക്ത ഏകവത്സലം അമസ്സരഹൃസ്സു പാന്തം മത്സ്യാകൃതിം ഭുവനനാഥ ഭജേ ഭവന്തം. ഉദീജി ഖലു രമ്യേ ഹി, വടക്കു ഭാഗത്തുള്ള എന്ന് പറയുമ്പോൾ ഇളാവൃതത്തിൻ്റെ വടക്കു ഭാഗത്തുള്ള രമ്യേഹി രമ്യമായ അതിമനോഹരം തന്നെയായ രമ്യകം എന്നു പേരുള്ള വർഷത്തിലെ ഉപഭൂഖണ്ഡത്തിലെ തത് വർഷനാഥം ആ വർഷത്തിൻ്റെ നാഥനായ മനുവര്യനാൽ ശ്രേഷ്ഠനായ സ്വയംഭുവ മനുവിനാൽ സബര്യമാണം പൂജിക്കപ്പെട്ടവനായിട്ട് ഭക്തവത്സലന്മാരിലെ പ്രമുഖനായ അമത്സര ഹൃസ്സു ഭാന്തം നിർമത്സരന്മാരുടെ മതമത്സരാദികൾ മനസ്സിൽ തൊടാത്തവരുടെ ഉള്ളിൽ വിളങ്ങിക്കൊണ്ടിരിക്കുന്നവനായിട്ട് മത്സ്യരൂപത്തിൽ അവതരിച്ച ഭുവനനാഥ ഗുരുവായൂരപ്പ ഭവന്തം ഭജേ അങ്ങയെ ഭജിക്കുന്നു. രമ്യകവർഷത്തിൽ സത്യവ്രത രാജാവിന് ഇതിനു മുമ്പ് കാണിച്ചു കൊടുത്തതും അതുപോലെ തന്നെ സത്യവ്രതനെ പ്രളയത്തിൽ നിന്ന് രക്ഷിച്ചതുമായ മത്സ്യാവതാര രൂപത്തെ ശ്രാദ്ധദേവൻ എന്നു പേരായ മനുവായിരിക്കുന്ന ഈ അവസരത്തിലും ഭക്തിയോടുകൂടി ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അപ്പം അങ്ങനെ മത്സ്യരൂപത്തിൽ അവതരിച്ച ഗുരുവായൂരപ്പ, ഞാൻ അങ്ങയെ ഭജിക്കുന്നു എന്ന് മേൽപ്പത്തൂര് ഭഗവാനോട് പറയാണ്. ഇനി 6-ാമത്തെ ശ്ലോകം. വർഷം ഹിരൺമയ സമാഹ്വയ മൗത്തരാഹമാസീനം അദ്രിധൃതി കർമ്മഠ കാമഠാംഗം സംസേവദേ പിതൃഗണ പ്രവരോര്യമായം തം ത്വാം ഭജാമി ഭഗവൻ പരചിന്മയാത്മൻ. പദമുറിച്ച് പറയാം. വർഷം ഹിരൺമയ സമാഹ്വയം ഔത്തരാഹം ആസീനം അദ്രി ധൃതി കർമ്മഠ കാമഠാംഗം സംസേവദേ പിതൃഗണ പ്രവരഃ അര്യമാ യം തം ത്വാം ഭജാമി ഭഗവൻ പരചിന്മയാത്മൻ. ഔത്തരാഹം ഹിരൺമയ സമാഹ്വയം വർഷം ആസീനം. രമ്യക വർഷത്തിൻ്റെ തൊട്ടുവടക്ക് ഭാഗത്തുള്ളതും ഹിരൺമയം എന്നു പേരുള്ളതുമായ വർഷത്തിൽ ഇരിക്കുന്ന അദ്രി ധൃതി കർമ്മഠ കാമഠാംഗം പർവ്വതത്തെ പൊക്കിയെടുക്കുന്നതിൽ സാമർഥ്യം കാട്ടിയ ആമയുടെ ശരീരത്തോടു കൂടിയവനായിട്ട് പിതൃഗണ പ്രവരഹ പിതൃക്കളുടെ കൂട്ടത്തിലെ പ്രവരഹ ശ്രേഷ്ഠനായ അര്യമാവ് യം സംസേവ്യത്തെ നന്നായി സേവിക്കുന്നവനുമായ തം ത്വാം ആ അങ്ങയെ പരചിന്മയ ആത്മൻ പരമാർത്ഥജ്ഞാനസ്വരൂപനായ ഭഗവാനെ ഭജാമി ഞാൻ ഭജിക്കുന്നു. രമ്യക വർഷത്തിൻ്റെ തൊട്ടു വടക്കു ഭാഗത്തുള്ള ഹിരൺമയ വർഷത്തിൽ കൂർമ്മശരീരം സ്വീകരിച്ച ഭഗവാൻ ഇരിക്കുന്നു. ദേവാസുരന്മാരെ പാലാഴി കടഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ മന്ദരപർവ്വതം ജലത്തിൽ താഴ്ന്നുപോയി. ആ സമയത്ത് ഭഗവാൻ ആമയുടെ സ്വരൂപം സ്വീകരിച്ച് ജലത്തിൽ പ്രവേശിച്ചിട്ട് പർവ്വതത്തെ ഉയർത്തി. അങ്ങനെ ആ പർവ്വതത്തെ പൊക്കിയെടുക്കാൻ സാമർഥ്യം കാട്ടിയ ഭഗവാൻ നാരായണൻ ആമയുടെ ആകൃതിയിലുള്ള ശരീരത്തെ ധരിച്ചിരിക്കുന്ന നാരായണൻ പിതൃഗണങ്ങളുടെ അധിപനായ അര്യമാവ് യാതൊരു നാരായണനെയാണോ നന്നായി സേവിക്കുന്നത് പരമാർത്ഥ ജ്ഞാനസ്വരൂപനായ ഗുരുവായൂരപ്പ ആ അങ്ങയെ ഞാൻ ആശ്രയിക്കുന്നു.
അടുത്തത് 7ാമത്തെ ശ്ലോകം. കിഞ്ചോത്തരേഷു കുരുഷു പ്രിയയാധരണ്യാ സംസേവിതോ മഹിതമന്ത്രനുതി പ്രഭേദൈഃ ദംഷ്ട്രാഗ്രഘൃഷ്ടഘനപൃഷ്ഠഗരിഷ്ഠവർഷ്മാ ത്വം പാഹി വിജ്ഞനുതയജ്ഞവരാഹമൂർത്തേ. പദം മുറിച്ച് പറയാം. കിം ച ഉത്തരേഷു, കിഞ്ചോത്തരേഷു കുരുഷു പ്രിയയാ ധരണ്യാ സംസേവിതഃ മഹിതമന്ത്രനുതിപ്രഭേദൈഃ മഹിതമന്ത്രനുതിപ്രഭേദൈഃ ദംഷ്ട്ര അഗ്ര ഘൃഷ്ട ഘന പൃഷ്ഠ ഗരിഷ്ഠ വർഷ്മാ ത്വം പാഹി വിജ്ഞനുത യജ്ഞവരാഹമൂർത്തേ. കിം ച, അതുമാത്രമല്ല, ഉത്തരേഷു കുരുഷു, ഉത്തരകുരു ഖണ്ഡത്തില് പ്രിയയാധരണ്യ, പ്രിയയായ ഭൂമിദേവി മഹിതമന്ത്രനുതി പ്രഭേദൈഹി സംസേവിതഃ, വിശേഷപ്പെട്ട മന്ത്രങ്ങളെ കൊണ്ടും സ്തുതികളെ കൊണ്ടും നന്നായി സേവിച്ചു കൊണ്ടിരിക്കുന്നവനും ദംഷ്ട്ര അഗ്ര ഘൃഷ്ട, ദംഷ്ട്രയുടെ അഗ്രം തട്ടിയിട്ട് ഘൃഷ്ട ഉരഞ്ഞ ഘനപൃഷ്ഠം വലിയ കാർമേഘങ്ങൾ, അങ്ങനെയുള്ള ഗരിഷ്ഠവർഷ്മ ശ്രേഷ്ഠമായ ശരീരത്തോടുകൂടിയ വിജ്ഞനുത യജ്ഞ വരാഹമൂർത്തേ ത്വം പാഹി, വിജ്ഞാനികളാൽ സ്തുതിക്കപ്പെട്ട യജ്ഞവരാഹമൂർത്തേ രക്ഷിക്കണേ. ഉത്തരകുരു എന്ന ഭൂഖണ്ഡത്തിൽ ഭൂമിദേവിയാൽ പരിസേവിച്ചു കൊണ്ടിരിക്കുന്ന, ആകാശം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശ്രേഷ്ഠമായ ശരീരത്തെ ധരിച്ചു കൊണ്ടിരിക്കുന്ന, ജ്ഞാനികളാൽ സ്തുതിച്ചുകൊണ്ടും ഇരിക്കുന്ന യജ്ഞവരാഹമൂർത്തെ രക്ഷിക്കണേ. അടുത്തത് 8ാമത്തെ ശ്ലോകം. യാമ്യാം ദിശം ഭജതി കിം പുരുഷാഖ്യവർഷേ സംസേവിതോ ഹനുമതാ ദൃഢഭക്തിഭാജാ സീതാഭിരാമ പരമാദ്ഭുതരൂപശാലി രാമാത്മക പരിലസൻ പരിപാഹി വിഷ്ണു. പദം മുറിച്ച് പറയാം. യാമ്യാം ദിശം ഭജതി കിം പുരുഷ ആഖ്യ വർഷേ സംസേവിതഃ ഹനുമതാ ദൃഢഭക്തിഭാജ സീതാഭിരാമ പരമ അദ്ഭുത രൂപശാലി രാമാത്മകഃ പരിലസൻ പരിപാഹി വിഷ്ണു. യാമ്യാം ദിശം ഭജതി, ഇളാവൃതത്തിൻ്റെ തെക്കുള്ള കിംപുരുഷ വർഷത്തില് ദൃഢഭക്തിഭാജ ഹനുമത, ഉറച്ച ഭക്തിയുള്ള ശ്രീ ഹനുമാനാൽ സംസേവിത, നന്നായി സേവിക്കപ്പെടുന്നവനായിട്ട് സീതാഭിരാമ പരമാദ്ഭുത രൂപശാലി, സീതാഭിരാമനും പരമാശ്ചര്യകരവുമായ ആകാര സൗഷ്ഠവത്താൽ ശോഭിക്കുന്നവനായിട്ട് രാമാത്മക പരിലസൻ, ശ്രീരാമാവതാരമെടുത്ത് ശോഭിക്കുന്ന വിഷ്ണു, ഹേ ഗുരുവായൂരപ്പ പരിപാഹി രക്ഷിക്കണേ. കിംപുരുഷ വർഷത്തിൽ സീതാദേവിയെ ആനന്ദിപ്പിക്കുന്നവനും അത്യദ്ഭുതമായ ആകാര സൗഷ്ഠവത്തോടു കൂടിയവനും അങ്ങനെ ഉള്ള ശ്രീരാമചന്ദ്രനെ പരമഭാഗവതനായ ശ്രീ ഹനുമാൻ കിംപുരുഷന്മാരോടുകൂടി ചേർന്ന് ഭക്തിപൂർവ്വം സേവിക്കുന്നു. അങ്ങനെ ശ്രീരാമാവതാരമെടുത്ത് പരിലസിക്കുന്ന ഹേ ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണേ എന്ന് മേൽപ്പത്തൂര് പ്രാർത്ഥിക്കുകയാണ്. അടുത്തത് 9ാമത്തെ ശ്ലോകം. ശ്രീനാരദേന സഹ ഭാരതഖണ്ഡമുഖ്യൈസ്ത്വം സാഖ്യയോഗനുദിഭിः സമുപാസ്യമാന ആകൽപകാലമിഹ സാധുജനാഭിരക്ഷി നാരായണോ നരസഖ പരിപാഹി ഭൂമൻ. പദമുറിച്ച് പറയാം. ശ്രീനാരദേന സഹ ഭാരതഖണ്ഡമുഖ്യൈഃ ത്വം സാഖ്യയോഗനുദിഭിः സമുപാസ്യമാനഃ ആകൽപകാലം ഇഹ സാധുജന അഭിരക്ഷി നാരായണോ നരസഖ, നാരായണഃ നരസഖഃ പരിപാഹി ഭൂമൻ. ശ്രീനാരദേന സഹ, നാരദ മഹർഷിയോട് കൂടിയിട്ട് ഭാരതഖണ്ഡമുഖ്യൈഃ, ഭാരതവർഷത്തിലെ ജ്ഞാനികളാൽ സാഖ്യയോഗ നുതിഭിഹി, സാഖ്യയോഗ സ്തുതികൾ കൊണ്ട് സമുപാസ്യമാനഃ, വേണ്ടതുപോലെ ഉപാസിക്കപ്പെടുന്നവനും ഇഹ, ഇവിടെ ഈ കൽപ്പത്തില്
ആ കൽപ്പകാലം പ്രളയം വരെയും സാധുജന അഭിരക്ഷി, സജ്ജനങ്ങളെ സംരക്ഷിക്കുന്നവനും, നരസഖഃ നാരായണഃ, നരന്റെ സുഹൃത്തായ നാരായണനാകുന്ന ഭൂമൻ ഭഗവാനെ ത്വം പാഹി, അവിടുന്ന് രക്ഷിക്കണേ. ഭാരതവർഷത്തിലെ നാരദ മഹർഷിയാണ് ഭഗവാനെ എന്ന് പറയുമ്പോൾ നരനാരായണന്മാരെ പൂജിച്ചു കൊണ്ടിരിക്കുന്നത്. സാഖ്യശാസ്ത്രത്തിലും യോഗശാസ്ത്രത്തിലുമൊക്കെ പറയുന്ന തത്വങ്ങളാകുന്ന സ്തുതികൾ കൊണ്ട് വേണ്ടതുപോലെ ഉപാസിക്കപ്പെടുന്ന, അതുപോലെ തന്നെ പ്രളയം വരെയും കൽപ്പാന്ത കാലത്തോളം സജ്ജനങ്ങളെ സംരക്ഷിക്കുന്നവനും നരന്റെ കൂട്ടുകാരനുമായ നാരായണനാകുന്ന ഭഗവാനെ അവിടുന്ന് എന്നെ രക്ഷിക്കണേ എന്ന് മേൽപ്പത്തൂര് പറയാണ്. അടുത്തത് 10ാമത്തെ ശ്ലോകം. പ്ലാക്ഷേർക്കരൂപമയി ശാൽമല ഇന്ദുരൂപം ദ്വീപേ ഭജന്തി കുശനാമനി വന്യരൂപം ക്രൗഞ്ചേംബുരൂപമഥ വായുമയം ച ശാഖേ ത്വാം ബ്രഹ്മരൂപമഭി പുഷ്കരനാംനി ലോകാഃ. പദമുറിച്ച് പറയാം. പ്ലാക്ഷേ അർക്കരൂപം അയി ശാൽമല ഇന്ദുരൂപം ദ്വീപേ ഭജന്തി കുശനാമനി വന്യരൂപം ക്രൗഞ്ചേ അംബുരൂപം അഥ വായുമയം ച ശാഖേ ത്വാം ബ്രഹ്മരൂപം അഭി പുഷ്കര നാംനി ലോകാഃ. അയി ഭഗവാനെ പ്ലാക്ഷദ്വീപത്തില് അർക്കരൂപം ആദിത്യ സ്വരൂപനും, ശാൽമല ദ്വീപത്തില് ഇന്ദുരൂപം ചന്ദ്രസ്വരൂപനും, കുശനാമനി ദ്വീപേ കുശം എന്നു പേരായ ദ്വീപത്തില് വന്യരൂപം അഗ്നിസ്വരൂപനും, ക്രൗഞ്ചേ അംബുരൂപം ക്രൗഞ്ചദ്വീപത്തില് ജലസ്വരൂപനും, അഥ പിന്നെ ശാഖദ്വീപത്തില് ബ്രഹ്മരൂപം അഭി പരബ്രഹ്മസ്വരൂപനും ആയ ഭഗവാനെ ത്വം അവിടുന്ന് ലോകാഹ ഭജന്തി അങ്ങയെ ഭക്തന്മാർ ഭജിക്കുന്നു. അപ്പോൾ ഇവിടെ പ്ലാക്ഷം മുതലായ ദ്വീപുകളെക്കുറിച്ച് പറയുകയാണ്. ഭഗവാനെ പ്ലാക്ഷദ്വീപത്തിൽ ആദിത്യ സ്വരൂപനായും, ശാൽമല ദ്വീപത്തിൽ സ്വരൂപനായും, കുശം എന്നു പേരായ ദ്വീപത്തിൽ അഗ്നിസ്വരൂപനായും, ക്രൗഞ്ചദ്വീപത്തിൽ ജലസ്വരൂപനായും, ശാഖദ്വീപത്തിൽ വായുസ്വരൂപനായും, പുഷ്കരം എന്ന ദ്വീപത്തിൽ പരബ്രഹ്മസ്വരൂപനുമായ ഭഗവാനെ അങ്ങയെ ഭക്തജനങ്ങൾ ഭജിക്കുന്നു. അടുത്തത് 11ാമത്തെ ശ്ലോകം. സർവൈർധ്രുവാദിഭിരുഡു പ്രഗരൈഗ്രഹൈശ്ച പുച്ഛാദികേഷ്വവയവേഷ്വഭികൽപ്യമാനൈ ത്വം ശിംശുമാരവപുഷാ മഹദാമുപാസ്യ സന്ധ്യാസുരുന്ധി നരകം മമ സിന്ധുശായിൻ. പദമുറിച്ച് പറയാം. സർവൈഹി ധ്രുവാദിഭിഹി ഉടുപ്രകരൈഹി ഗ്രഹൈഹി ച പുച്ഛാദികേഷു അവയവേഷു അഭികൽപ്യമാനൈഹി ത്വം ശിംശുമാര വപുഷാ മഹദാം ഉപാസ്യഃ സന്ധ്യാസു രുന്ധി നരകം മമ സിന്ധുശായിൻ. പുച്ഛാദികേഷു അവയവേഷു വാല് തുടങ്ങിയ അതാത് അവയവങ്ങളുടെ സ്ഥാനത്ത് അഭികൽപ്യമാനൈഹി ധ്രുവാദിഭിഹി സങ്കൽപ്പിക്കപ്പെടുന്ന ധ്രുവൻ മുതലായ സർവൈഹി ഉടുപ്രകരൈഹി സകല നക്ഷത്ര സമൂഹങ്ങളോടും ഗ്രഹൈഹി ച ഗ്രഹങ്ങളോടും കൂടിയവനും സന്ധ്യാസു ശിംശുമാരവപുഷ സന്ധ്യകളിലെ ശിംശുമാരത്തിൻ്റെ രൂപത്തോടു കൂടിയിട്ട് മഹദാം ഉപാസ്യ മഹത്തുക്കളാൽ സേവിക്കപ്പെടേണ്ടവനും സിന്ധുശായിൻ പാലാഴിയിൽ പള്ളികൊള്ളുന്നവനുമായ ത്വം അവിടുന്ന് മമ നരകം രുന്ധി എൻ്റെ നരകത്തെ തടയണേ എന്ന് പറയുമ്പോൾ വാല് തുടങ്ങിയ അതത് അവയവങ്ങളുടെ സ്ഥാനത്ത് കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന, അങ്ങനെ പറഞ്ഞാൽ ധ്രുവൻ മുതലായ നക്ഷത്ര സമൂഹങ്ങളോടും ഗ്രഹങ്ങളോടും കൂടി. ഇപ്പോൾ ജ്യോതിശ്ചക്രത്തിൻ്റെ അധിഷ്ഠാന ദേവതയായ വാസുദേവൻ്റെ ശിശുമാര സ്വരൂപത്തെ ഇവിടെ വർണ്ണിക്കുകയാണ്. പാമ്പ് വലയമിട്ട് കിടക്കുന്നതുപോലെയുള്ള ശരീരത്തോടു കൂടിയിരിക്കുന്ന ശിശുമാരൻ്റെ പുച്ഛാഗ്രത്തിൽ ധ്രുവമണ്ഡലം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ
ധ്രുവൻ മുതലായ നക്ഷത്ര സമൂഹങ്ങളോടും ഗ്രഹങ്ങളോടും കൂടിയവനും സന്ധ്യതോറും യോഗ്യരായവരാൽ സേവിക്കപ്പെടേണ്ടവനും പാലാഴിയിൽ പള്ളി കൊള്ളുന്നവനുമായ ഭഗവാൻ നരകത്തെ തടയണേ എന്ന് മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുകയാണ്. നരകത്തെ തടയുക എന്ന് പറയുമ്പോൾ നരകതുല്യമായ പാപങ്ങളെ ഇല്ലാതാക്കിയിട്ട് ഈ രോഗപീഠയിൽ നിന്നും രക്ഷിക്കണേ എന്ന് മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുകയാണ്. അടുത്തത് 12ാമത്തെ ശ്ലോകം. പാതാളമൂലഭുവി ശേഷതനും ഭവന്തം ലോലൈകകുണ്ടലവിരാജി സഹസ്രശീർഷം നീലാംബരം ധൃതഹലം ഭുജഗാംഗനാഭിർജുഷ്ടം ഭജേ ഹരഗദാൻ ഗുരുഗേഹനാഥ. പദം മുറിച്ച് പറയാം. പാതാളമൂലഭുവി ശേഷതനും ഭവന്തം ലോല ഏകകുണ്ടല വിരാജി സഹസ്രശീർഷം നീലാംബരം ധൃതഹലം ഭുജഗ അംഗനാഭിഃ ജുഷ്ടം ഭുജഗാംഗനാഭിർജുഷ്ടം ഭജേ ഹര ഗദാൻ ഗുരുഗേഹനാഥ. പാതാളമൂലഭുവി പാതാളത്തിൻ്റെ അടിത്തട്ടില് ലോല ഏക കുണ്ടല വിരാജി സഹസ്രശീർഷം ലോല ഏക കുണ്ടല വിരാജി സഹസ്രശീർഷം ആടിക്കളിക്കുന്ന ഒരേയൊരു കുണ്ടലം കൊണ്ട് വിരാജിക്കുന്ന 1000 ഫണങ്ങളുള്ളവനും നീലവസ്ത്രം ധരിച്ചവനും ധൃതഹലം കലപ്പയെ ധരിച്ചവനും കലപ്പ കയ്യിലുള്ളവനും ഭുജഗ അംഗനാഭിഃ ജുഷ്ടം നാഗസ്ത്രീകളാൽ പരിസേവിക്കുന്നവനും ആയ ശേഷതനും ആദിശേഷ സ്വരൂപത്തോടുകൂടി ഭവന്തം ഭജേ അങ്ങയെ ഭജിക്കുന്നു. ഗുരുഗേഹനാഥ ഗുരുവായൂരപ്പ ഗദാൻ ഹര രോഗങ്ങളെ ഇല്ലാതാക്കണേ. പാതാളത്തിൻ്റെ അടിത്തട്ടിലെ ഏകകുണ്ടലത്തോടുകൂടിയും 1000 ഫണങ്ങളോടുകൂടി നീലവസ്ത്രം ധരിച്ച് കലപ്പ എന്ന ആയുധം കയ്യിൽ വെച്ച് നാഗസ്ത്രീകളാൽ പരിസേവിച്ചുകൊണ്ടിരിക്കുന്ന ആദിശേഷ സ്വരൂപത്തോടു കൂടിയ അങ്ങയെ ഞാൻ ഭജിക്കുന്നു. ഗുരുവായൂരപ്പ എൻ്റെ രോഗങ്ങളെ ഇല്ലാതാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 21ാമത്തെ ദശകം ഉപസംഹരിക്കുന്നു. ഹരേ കൃഷ്ണ.